എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വര, ആ വരയെ നാം രണ്ട് ഭാഗമാക്കി. ആ രണ്ട് ഭാഗമാക്കിയാൽ ഇപ്പോൾ ചെറിയ കഷ്ണം ഉണ്ടാവും, വലിയ കഷ്ണം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ചെറിയ കഷ്ണം ഈ മൊത്തം വരയുടെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ വലിയ കഷ്ണം ഈ മൊത്തം വരയുടെ എത്ര ഭാഗമാണ്, അല്ലേ? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പാർട്സ് ഓഫ് ട്രയാങ്കിൾ, അതായത് ത്രികോണത്തിന്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ ത്രികോണം വരച്ചിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ ഈ അടിവശം, അതായത് ഈ ബേസ് എത്രയാണ്, ഇതിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഹൈറ്റ്, അല്ലേ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുകളിലെ മൂലയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ നമുക്ക് മൂല ഏത് വേണമെങ്കിലും എടുക്കാം. ഈ മൂല എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വശം, അപ്പോൾ ഇവിടേക്കുള്ള പെർപെൻഡിക്കുലർ, അല്ലേ, 90 ഡിഗ്രിയിലുള്ള ഈ ലെങ്ത്തിനാണ് നാം എന്ത് പറയുക, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ബേസ്, അല്ലേ, അടിവശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ. ഇനി ഞാനും മുകളിലെ മൂലയിൽ നിന്ന് ഇതിന് ഓപ്പോസിറ്റുള്ള വശം, ഇതാണ് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം, അല്ലേ? ഇതിൻ്റെ മധ്യബിന്ദു, മിഡ് പോയിന്റ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് മിഡ് പോയിന്റിലേക്ക് ഞാൻ ഒരു വര ഇങ്ങനെ വരയ്ക്കാൻ പോകണം. അപ്പോൾ ഞാൻ നോക്കിയാൽ ഇതിൻ്റെ മിഡ് പോയിന്റ് ആകുമ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും, 3 സെൻറ്റിമീറ്റർ, അല്ലേ? ഇത് 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് ത്രികോണങ്ങൾ കിട്ടി, അല്ലേ? രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ എത്രയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം ത്രികോണത്തിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ബി എച്ച്, അല്ലേ? അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു അര ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് ആണ്, അല്ലേ? ബേസ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ ത്രികോണത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് എത്രയാണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ, അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു ഇനി എച്ച് നോക്കിയാൽ ഇതിന്റെ മൂലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് എച്ച്. അപ്പോൾ അര ഇൻറ്റു 3 ഇൻറ്റു എച്ച് 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഈ രണ്ടിനെ നമുക്ക് നോക്കിയാൽ 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം, 3 ഇൻറ്റു 2 6, അല്ലേ? 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ, ഈ ത്രികോണത്തിൻ്റെ ഏരിയ. ഇനി ഈ ത്രികോണത്തിൻ്റെ ഏരിയ ഒന്ന് നോക്കിയാൽ എന്ത് വരും, രണ്ടാമത്തെ ഈ ത്രികോണത്തിൻ്റെ ഏരിയ എന്താവും, ഏരിയ ഈക്വൽ ടു ഇതും ഹാഫ് ബി എച്ച് തന്നെയാണ്, അല്ലേ? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 3 ഇൻറ്റു എച്ച്, അല്ലേ? ഇതിൻ്റെ എച്ച് എത്രയാണ്, എച്ച് എന്ന് പറഞ്ഞു നോക്കിയാൽ ഇതിൻ്റെ ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള, അതായത് ഈ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലേ? അല്ലാണ്ട് ഇതല്ല എച്ച്. അപ്പോൾ ഇവിടെ ഈ എച്ച് എത്രയാണ്, 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ എത്ര കിട്ടി, കട്ട് ചെയ്ത് പോയപ്പോൾ 2 കിട്ടി, 2 ഇൻറ്റു 3 6, അല്ലേ? അതായത് ഈ രണ്ടിൻ്റെയും ഏരിയ തുല്യമാണ്. അപ്പോൾ ഞാനിവിടെ വരച്ച ഈ വര നോക്കിയാൽ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് വശങ്ങളും തുല്യമാണ്, അല്ലേ? അപ്പോൾ ഈ വശങ്ങളുടെ നീളം തുല്യമാണ്. അപ്പോൾ ഈ വശങ്ങളുടെ നീളം തുല്യമായപ്പോൾ ഈ ഏരിയയും തുല്യമായി. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഏത് ത്രികോണമായാലും ഒരു ത്രികോണത്തിന്റെ ഒരു മൂല, ഏതെങ്കിലും മൂല, ആ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മിഡ് പോയിന്റിലേക്ക്, അതായത് മധ്യബിന്ദു, അല്ലെ, മധ്യബിന്ദുവിലേക്ക് നാം ഒരു വര വരച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടും. ഈ ത്രികോണത്തിന്റെ ഏരിയകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി ഇവിടെ ഞാൻ മിഡ് പോയിന്റ് ആണല്ലോ എടുത്തത്. ഇനി മിഡ് പോയിന്റിന് പകരം വേറൊരു പോയിന്റ് ഞാൻ എടുത്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ പോകണം. ഇപ്പൊ ഞാനിവിടെ മിഡ് പോയിന്റ് അല്ലേ, കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇപ്പൊ ഈ നീളം ഒരു 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ നീളത്തിൽ ഉണ്ടായിരിക്കും 4 സെന്റിമീറ്റർ, അല്ലെ? മൊത്തം 6 സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് 2 ആണെങ്കിൽ ഇവിടെ 4. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഏരിയകളൊന്ന് നോക്കാം, അല്ലെ? ആദ്യം നമുക്ക് ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കാം. എന്തായിരിക്കും, ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച്, അല്ലെ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ഇതിന്റെ ബേസ് എത്രയാണ്, 2 ഇൻറ്റു ഇതിന്റെ ഹൈറ്റിൽ വ്യത്യാസമൊന്നുമില്ല, അല്ലേ? 4 തന്നെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 2 ക്യാൻസൽ ചെയ്ത് പോയി എത്ര കിട്ടി, 4 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് നോക്കാം. ഹാഫ് ബി എച്ച് തന്നെയാണ്, അല്ലെ? ഹാഫ് ബി എച്ച് തന്നെ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ഇവിടെ ബേസ് 4 ഇൻറ്റു ഹൈറ്റ് എച്ച് തന്നെ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4 2 പ്രാവശ്യം, 4 ഇൻറ്റു 2 8, അല്ലേ? അപ്പോൾ 8 ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അതായത് ഇവിടെ നോക്കിയാൽ ചെറിയ ത്രികോണത്തിന്റെ ഏരിയയുടെ 2 മടങ്ങ്, അല്ലെ, ഇരട്ടിയാണ് വലിയ ത്രികോണത്തിന്റെ ഏരിയ, അല്ലെ? ഇവിടെ 4 ആയപ്പോൾ ഇവിടെ 8 ആയി. ഇനി നമ്മൾ ഈ സൈഡുകൾ നോക്കിയേ, ഈ നീളം 2, ഈ നീളം 4, അല്ലെ? അപ്പൊ ഇവിടെയും ഇതിന്റെ ഇരട്ടിയാണ് ഈ നീളം, അല്ലെ? അപ്പൊ ഇവിടെ വശങ്ങൾ ഇത് ഇരട്ടിയായപ്പോൾ ഏരിയയും ഇരട്ടിയായി, അല്ലെ? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി എന്തെന്ന് പറയാം, ഒരു ത്രികോണത്തിലെ ഏത് മൂലയിൽ നിന്നും നമ്മുടെ അതിന്റെ ഓപ്പോസിറ്റ്, അല്ലെ, ഓപ്പോസിറ്റ് വശത്തേക്ക് നമ്മൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വര
ഈ വശത്തിന് എങ്ങനെയാണോ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതിന്റെ ഏരിയയെയും ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ വശം 1:2 ആണെങ്കിൽ ഇവിടെയും 1:2, ഇവിടെ 2:3 ആണെങ്കിൽ ഇവിടെയും 2:3. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ത്രികോണം അല്ലെ. ത്രികോണത്തിന് വലിയ ത്രികോണത്തിന്റെ ഈ സൈഡിന്റെ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലെ. ഈ നീളം 1.5 സെന്റിമീറ്റർ, ഈ നീളം 4.5 സെന്റിമീറ്റർ. ഇപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഈ ചെറിയ ത്രികോണവും ഈ വലിയ ത്രികോണവും അല്ലെ, ഇവ തമ്മിലുള്ള റേഷ്യോ എന്താണ്, ഇതിന്റെ ഏരിയ പരപ്പളവ് തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നാം ഇപ്പൊ പഠിച്ചു അല്ലെ. അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് മൂലയിൽ നിന്ന് ഈ വശത്തെ ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഇവയുടെ പരപ്പളവ് തമ്മിൽ അല്ലെ, അതായത് ഏരിയ തമ്മിൽ. അപ്പൊ ഇവിടെ റേഷ്യോ എന്താണ്? 1.5:4.5 അല്ലെ. അപ്പൊ നമുക്കറിയാം റേഷ്യോ എന്തായാലും എന്തിൽ പറയില്ല, പോയിന്റ് അല്ലെ, അത് വെച്ച് നമ്മൾ പറയില്ല. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? 1.5:4.5 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 1:3 അല്ലെ. അപ്പൊ എങ്ങനെ 1:3 കിട്ടി നോക്കിയാൽ 1.5നെ 3 പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4.5 കിട്ടും അല്ലെ. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1.5:4.5 അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഈ പോയിന്റ് കളയാൻ വേണ്ടി എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക അല്ലെ, 2 ഇരട്ടിയാക്കുമ്പോൾ എന്ത് വന്നു? 3:2. ഇതിന്റെ ഇരട്ടി 3:4.5 4.5ന്റെ ഇരട്ടി 9 വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ 3:9 എന്ന് എഴുതാം അല്ലെ. ഇനി 3:9 നോക്കിയാൽ രണ്ടിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എത്ര വരും? 1:3 അല്ലെ. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് ഓർമ്മ വരാത്തവർക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ പോയിന്റ് കളയാൻ വേണ്ടി അതിനെ ഇരട്ടിയാക്കുക. അപ്പൊ 2നെ ഇരട്ടിയാക്കി. അപ്പൊ നമുക്ക് 3:9 എന്ന് കിട്ടി. ഇനി 3:9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1:3 ആണെന്ന് അറിയാം അല്ലെ. ഓക്കെ. അപ്പൊ ഇവർ തമ്മിലുള്ള ഇതിന്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:3 അല്ലെ. അപ്പൊ ഇവിടെ 1:3 ആയതുകൊണ്ട് ഇതും 1:3 ആയിരിക്കും. ഓക്കെ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ വേറെ അളവുകളൊന്നും തന്നിട്ടില്ല. ഇതിന്റെ മൂലയിൽ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഈ വര വന്നു ചേരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം ഈ വലിയ ത്രികോണത്തിന് എത്ര ഭാഗമായിരിക്കും? അപ്പൊ നമുക്കറിയാൻ നോക്കിയാൽ ഇത് മിഡ് പോയിന്റ് ആണ് അല്ലെ. അതായത് ഈ കഷ്ണം എന്ന് പറഞ്ഞാൽ മൊത്തം ഈ നീളത്തിന്റെ പകുതിയാണ് അല്ലെ. അതുകൊണ്ട് ഇതിന്റെ ഏരിയ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും. 1/2 പാർട്ട്, അരഭാഗം. മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇതേ ട്രയാങ്കിൾ തന്നെ ഇതിന്റെ മൂലയിൽ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈനും കൂടി വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളിന്റെ എത്ര ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നമ്മൾ? നമുക്കറിയാം ഈ ട്രയാങ്കിൾ അല്ലെ, ഈ ട്രയാങ്കിൾ എന്താ, ഈ 2 ട്രയാങ്കിൾ എന്തായിരിക്കും? ഈ വലിയ ട്രയാങ്കിളിന്റെ അരഭാഗമാണ് അല്ലെ. അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. കാരണം എന്താ? ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇതും ഈക്വൽ ആണ്. അപ്പൊ 2 തുല്യ കഷ്ണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഓരോ ട്രയാങ്കിളുകളും എന്താണ്? വലിയ ട്രയാങ്കിളിന്റെ അരഭാഗം അല്ലെ, 1/2 പാർട്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയാൽ ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഇവിടെ നിന്ന് ഒരു വര വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താവും? ഈ ട്രയാങ്കിളിനെ അല്ലെ, ഈ അരഭാഗമുള്ള മൊത്തം ട്രയാങ്കിളിന്റെ പകുതി ഭാഗമാണ് ഈ ട്രയാങ്കിള്. ആ ട്രയാങ്കിളിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? തുല്യ ഭാഗമാക്കി മുറിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ അരഭാഗം വെച്ചാണ് ഇത് ഓരോന്നും. അതായത് വലിയ ത്രികോണത്തിന്റെ പകുതി ഭാഗമാണ് ഈ ത്രികോണം, ഈ ത്രികോണത്തിന്റെ പകുതി ഭാഗമാണ് ഈ ഓരോ ത്രികോണവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 പാർട്ടാണ് ഈ ത്രികോണം, വലിയ ത്രികോണത്തിന് 1/2 പാർട്ട് അല്ലെ, അതിന്റെ പകുതി അല്ലെ. അപ്പൊ 1/2 ഇൻറ്റു 1/2, ഹാഫിന്റെ ഹാഫ്, അല്ലെങ്കിൽ 1/2 പാർട്ട് ഓഫ് 1/2 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു 2 4. അപ്പൊ എന്ത് കിട്ടി? 1/4 ഭാഗം. അതായത് ഈ വലിയ ത്രികോണത്തിന്റെ 1/4 ഭാഗമാണ് ഈ ഓരോ ത്രികോണങ്ങളും. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 148 കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലെ. ഇവിടെ നോക്കിയ ഒരു വലിയ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിനെ 2 കഷ്ണങ്ങളാക്കിയിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഒരു വര വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് 2 ചെറിയ ത്രികോണങ്ങളാക്കിയിരിക്കുന്നു. ഇനി എന്താണ് ചോദ്യം? ഈ ചെറിയ ത്രികോണം ഈ വലിയ ത്രികോണത്തിന് എത്ര ഭാഗമാണ്? അതുപോലെ ഈ ത്രികോണം ഈ വലിയ ത്രികോണത്തിന് എത്ര ഭാഗമാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് പറയാൻ എളുപ്പത്തിന് ആദ്യം എന്ത് ചെയ്യാം? ഒരു പേര് കൊടുക്കുക അല്ലെ. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ്. ABCD എന്ന് പേര് കൊടുത്തു. ABC എന്ന് പറഞ്ഞ വലിയ ത്രികോണം, ഇവിടെ D എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടി. ഈ മൂലയിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ 2, ഇവിടെ 6. അങ്ങനെയാണെങ്കിൽ ഇതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതിന്റെ ഏരിയകളും അല്ലെ. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2:6 തന്നെയായിരിക്കും അല്ലെ.
അതായത് ഇവിടെ നോക്കിയാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവ് ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. എ ഡി സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന്റെ പരപ്പളവും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2:6 അല്ലെ? ഈ റേഷ്യോ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് 2:6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1:3 അല്ലെ? രണ്ടിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് നമുക്ക് 1:3 എന്ന് കിട്ടി. അപ്പൊ ഇവ തമ്മിലുള്ള റേഷ്യോ നമുക്ക് 1:3 എന്ന് കിട്ടി. ഇനി ചോദ്യം എന്താണ്? അതല്ല ചോദ്യം എന്താണ്? ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ചെറിയ ത്രികോണം വലിയ ത്രികോണത്തിന്റെ എത്ര ഭാഗമാണ്, അതുപോലെ ഈ ത്രികോണം വലിയ ത്രികോണത്തിന്റെ എത്ര ഭാഗമാണ്. അപ്പൊ നമുക്കറിയാം ഈ വശങ്ങൾ ഏത് അംശബന്ധത്തിലാണോ അതേ അംശബന്ധത്തിൽ തന്നെയാണ് ഏരിയ അല്ലെ? അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വശം നോക്കിയാൽ ഇപ്പൊ ഈ ബി ഡി എന്ന് പറഞ്ഞ വശം ഈ ബി സിയുടെ എത്ര ഭാഗമാണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ചല്ലോ അല്ലെ? മൊത്തം നീളം ബി സി, അതിന്റെ എത്ര ഭാഗമാണ് ബി ഡി അല്ലെ? അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയാം അല്ലെ? അപ്പൊ അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവയുടെ ഏരിയ തമ്മിലുള്ള റേഷ്യോ അല്ലെ? അതായത് ഇവിടെ നോക്കിയാൽ ബി ഡി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ബി ഡി മൊത്തം നീളത്തിന്റെ എത്ര ഭാഗമാണ് ബി ഡി? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബി ഡി എന്ന് പറഞ്ഞാൽ നീളം 2 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ 2 എഴുതി നമ്മൾ ബൈ ഇതിന്റെ ടോട്ടൽ നീളം എഴുതും അല്ലെ? 2 + 6. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതായത് 2/8. 2/8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1/4 എന്ന് കിട്ടി. അതായത് ഈ ടോട്ടൽ നീളത്തിന്റെ 1/4 ഭാഗമാണ് ഈ നീളം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഏരിയയുടെ 1/4 ഭാഗമായിരിക്കും ഇതിന്റെ ഏരിയ. അപ്പൊ ബി ഡി ഈസ് 1/4 അല്ലെ? 1/4 പാർട്ട് ഓഫ് ഏതിന്റെ? ബി സി. അപ്പൊ ബി ഡി ബി സിയുടെ 1/4 ഭാഗമാണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് എന്തായിരിക്കും? 1/4 പാർട്ട് ഓഫ് ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ എ ബി സി. ആയതുകൊണ്ട് ത്രികോണം എ ബി സിയുടെ 1/4 ഭാഗമാണ് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ്. ഇനി നമുക്ക് ഈ ത്രികോണം അല്ലെ? ഈ ത്രികോണം മൊത്തം ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണെന്ന് കാണണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ നീളം ഡി സി എന്ന് പറഞ്ഞ നീളം മൊത്തം നീളത്തിന്റെ എത്ര ഭാഗമാണെന്ന് കാണാം. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ. അപ്പൊ നോക്കിയാൽ ഡി സി എന്തായിരിക്കും? ഡി സി എന്ന് പറഞ്ഞാൽ ഡി സിയുടെ നീളം 6 ബൈ മൊത്തം നീളം എത്രയാണ്? 2 + 6 2 + 6. അപ്പൊ എത്ര വന്നു? 6/8. അപ്പൊ നമുക്ക് 6/8 എന്ന് പറഞ്ഞാൽ രണ്ടിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4. അതായത് 3/4 പാർട്ട് ഓഫ് ഏതിന്റെ? ബി സിയുടെ അല്ലെ? ബി സി. അതായത് ഡി സി ഈസ് എന്താണ്? 3/4 ഭാഗം. ഡി സി ബി സിയുടെ 3/4 ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി അല്ലെ? എ ഡി സിയുടെ ഏരിയ ഈസ് എത്രയായിരിക്കും? 3/4 പാർട്ട് 3/4 ഭാഗം ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലെ? അതുകൊണ്ട് ത്രികോണം എ ബി സിയുടെ പരപ്പളവിന്റെ 3/4 ഭാഗമാണ് ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്. അപ്പൊ അത് മനസ്സിലായില്ല. ഇനി നമുക്ക് അതിൽ മറ്റൊരു ചിത്രം ഉണ്ട് അല്ലെ? അതൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഇവിടെയും അതേപോലത്തെ ചോദ്യം തന്നെയാണ് അല്ലെ? ഇവിടെ നോക്കിയ 2 ചെറിയ ത്രികോണങ്ങളുണ്ട്. അത് വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്തുകൂടെ? ഞാൻ ഇവിടെ PQR എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ ത്രികോണം എടുക്കാം അല്ലെ? ഈ ത്രികോണം ഇതിന്റെ ഏരിയ ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണ് എന്നാണ് നമ്മൾ കാണേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വലിയ ചെറിയ ത്രികോണത്തിന്റെ ഇത്രയും ഭാഗം അല്ലെ? ഈ ഭാഗം സൈഡിന്റെ എത്ര ഭാഗമാണ് നമ്മൾ കാണാം അല്ലെ? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അതായത് നോക്കിയാൽ PS എന്ന് പറയുന്നത് ഈ ചെറിയ ത്രികോണത്തിന്റെ ഈ വശം അല്ലെ? PS നീളം എത്രയാണ്? 2 ബൈ മൊത്തം നീളം എത്രയാണ്? 2 + 4 അല്ലെ? 2 + 4 = 2/6.
അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വരും? രണ്ടിനെയും 1/3 എന്ന് കിട്ടി അല്ലേ? അതായത് പി എസ് ഈസ് എത്രയാണ്? 1/3 പാർട്ട് അല്ലേ? 1/3 ഭാഗമാണ് ഏതിൻ്റെ? പാർട്ട് ഓഫ് പി ആർ. പി ആറിൻ്റെ 1/3 ഭാഗമാണ് പി എസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ക്യു ആറിൻ്റെ അല്ലേ? പി ക്യു ആറിൻ്റെ ഏരിയയുടെ 1/3 ഭാഗമായിരിക്കും പി ക്യു എസിന്റെ ഏരിയ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു എസ് ഈസ് 1/3 പാർട്ട് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ അല്ലെ? അതായത് ത്രികോണം പി ക്യു ആറിന്റെ അതിന്റെ ഏരിയയുടെ പരപ്പളവിന്റെ 1/3 ഭാഗമാണ് ത്രികോണം പി ക്യു എസിന്റെ ഏരിയ പരപ്പളവ്. അപ്പൊ അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിയാൽ ഒരു വലിയ ത്രികോണം, ആ വലിയ ത്രികോണത്തിന്റെ ഈ മൂലയിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് വശത്തിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ ഇത് 2 ത്രികോണങ്ങളായി മാറി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഈ മൂലയിൽ നിന്ന് ഈ വരച്ച വരയ അല്ലേ? ഈ വരച്ച വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ആ രീതിയിൽ ഇങ്ങനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഈ റേഷ്യോ നമുക്ക് വന്നിട്ട് എന്താണ്? 2:1. ഇത് 2, ഇത് 1. ഓക്കെ, ഇത് ഈക്വൽ ആണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ മൂന്നാമത്തെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിലെ ഈ 3 ത്രികോണങ്ങൾ ഈ വലിയ ത്രികോണത്തിന്റെ എത്ര ഭാഗങ്ങളാണ്? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു പേരുകൾ കൊടുക്കാം. അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. ഇവിടെ നമുക്ക് ABC എന്ന് പേര് കൊടുത്തു, ABC. ഇവിടെ നമുക്ക് D എന്ന് പേര് കൊടുത്തു, ഇവിടെ നമുക്ക് O എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയേ, ഇതിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ത്രികോണത്തിന്റെ ഏരിയയും ഈ ത്രികോണത്തിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും അല്ലെ? അതായത് ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ പകുതി 1/2 ഭാഗമായിരിക്കും ഇതിന്റെ ഏരിയയും അതുപോലെ തന്നെ ഇതിന്റെ ഏരിയയും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD, ത്രികോണം AB-യുടെ ഏരിയ ഈസ് എത്രയായിരിക്കും? 1/2 അല്ലെ? 1/2 പാർട്ട് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC അല്ലെ? അപ്പൊ ABC എന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 1/2 ഭാഗമാണ് ABD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. നമുക്ക് OBD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഏരിയ ഈ ABD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ എത്ര ഭാഗമാണെന്ന് നോക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്ത് ചെയ്താൽ മതി? ആദ്യം നമുക്ക് OD അല്ലെ? OD സീക്വൽ ടു എന്താ വരും? ODയുടെ നീളം എങ്ങനെ നമുക്ക് അതിന്റെ റേഷ്യോ എങ്ങനെ കാണാം? ODയുടെ നീളം എത്രയാണ്? 1 മൊത്തം നീളം 1+2 അല്ലെ? 1+2. അപ്പൊ മൊത്തം നീളത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേപോലെ തന്നെ അല്ലെ? അതായത് 1/3. ഇപ്പൊ നോക്കിയേ, OD എന്ന് പറഞ്ഞ നീളം ഈ AD എന്ന് പറഞ്ഞ നീളത്തിന്റെ 1/3 ഭാഗമാണ് അല്ലെ? പാർട്ട് ഓഫ് ഏതിന്റെ? AD അല്ലെ? ADയുടെ 1/3 ഭാഗമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഈ AD അല്ലെ, ഈ ത്രികോണത്തിന്റെ 1/3 ഭാഗമായിരിക്കും ഈ ചെറിയ ത്രികോണത്തിന്റെ ഏരിയയും. അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ OBD ഈക്വൽ ടു എന്തിനു തുല്യമായിരിക്കും? 1/3 അല്ലെ? 1/3 പാർട്ട് ഓഫ് ഏതിന്റെ ഏരിയയുടെ? ABD അല്ലെ? ട്രയാങ്കിൾ ABD. അതായത് ത്രികോണം ABDയുടെ ഏരിയയുടെ 1/3 ഭാഗമാണ് ത്രികോണം OBDയുടെ ഏരിയ. നമുക്കറിയാം ABD എന്ന് പറയുന്നത് ഈ വലിയ ത്രികോണത്തിന്റെ അരഭാഗമാണ് അല്ലെ? നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ABD എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിന്റെ അരഭാഗം. അപ്പൊ അരയുടെ 1/3 ഭാഗം അല്ലെ? ഇത്രയും ഭാഗം അരഭാഗമാണ്, അര ഏരിയയാണ് അല്ലെ? 1/2 ഏരിയയാണ് മൊത്തം ഏരിയയുടെ. അതിന്റെ 1/3 ഭാഗമാണ് ഇത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ഏരിയ അതിന്റെ 1/3 ഭാഗം അല്ലെ? 1×1 1/2×3 6 അല്ലെ? അതായത് 1/6 പാർട്ട് ഓഫ് ട്രയാങ്കിൾ ഏത് ത്രികോണത്തിന്റെ? ഈ വലിയ ത്രികോണത്തിന്റെ ABC. മനസ്സിലായില്ലേ? അപ്പൊ ABC എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ
ഏരിയയുടെ 1/6 ഭാഗമാണ് ഈ ചെറിയ ത്രികോണത്തിന്റെ ഏരിയ. ഇത്രയും കാര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഈ ത്രികോണത്തിന്റെ ഏരിയ അല്ലെ, ആദ്യം നമുക്ക് ഇതിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം അല്ലെ, ഇത് ഈ മൊത്തം നീളത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ, AO. അപ്പൊ AO സീക്വൽ ടു ഓടി നീളത്തിലാണ് 2 ബൈ മൊത്തം നീളത്തിലാണ് 2 + 1 അല്ലെ, അതായത് 2/3. അപ്പൊ AO എന്ന് പറയുന്നത് 2/3 പാർട്ടാണ്, ഭാഗമാണ്. ഏതിൻ്റെത്? പാർട്ട് ഓഫ് മൊത്തം ADയുടെ അല്ലെ, AD. അപ്പൊ ADയുടെ 2/3 ഭാഗമാണ് AO അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ 2/3 ഭാഗമായിരിക്കും ഈ ത്രികോണത്തിന്റെ ഏരിയ. മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണോ അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെ ഏരിയക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതിന്റെ? AOB എന്തായിരിക്കും? ഈക്വൽ ടു 2/3 അല്ലെ, പാർട്ട് ഓഫ് ട്രയാങ്കിൾ ഏതിന്റെ? ABD. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ത്രികോണത്തിന് എത്ര ഭാഗമായിരിക്കും? ABCയുടെ എത്ര ഭാഗമായിരിക്കും? ഇവിടെ കണ്ട അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അതായത് ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഈ ത്രികോണത്തിന് എത്രയാണ്? മൊത്തം ത്രികോണത്തിന്റെ അരഭാഗം. അപ്പൊ അരഭാഗത്തിന്റെ എത്ര ഭാഗം? 2/3 ഭാഗം അല്ലെ. അപ്പൊ അരയുടെ 2/3 ഭാഗം 1/2 ഇൻറ്റു അല്ലെ, അരയുടെ 2/3 ഭാഗം 1/2 ഇൻറ്റു 2/3, അതായത് 2/6. 2/6 എന്ന് പറഞ്ഞാൽ 1/3. അതായത് എന്ത് കിട്ടും? 1/3 അല്ലെ, 1/3 പാർട്ട് ഓഫ് 1/3 പാർട്ട് ഓഫ് ഏതിന്റെ? ട്രയാങ്കിൾ ABC. അപ്പൊ ഈ വലിയ ത്രികോണം ABCയുടെ ഏരിയയുടെ എത്ര ഭാഗമാണ്? 1/3 ഭാഗമാണ് AOBയുടെ ഏരിയ. അത് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇതേ ലെങ്ത് തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലെ, ഇതേ അളവ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെ വരിക, ഒരേ ലെങ്ത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലെ, ഈസ് എത്രയായിരിക്കും? ഇതേ ഭാഗം തന്നെ ആയിരിക്കും അല്ലെ, ഈസ് 1/3 പാർട്ട് ഓഫ് ട്രയാങ്കിൾ ABC അല്ലെ. ഇവിടെ നോക്കിയേ, നമുക്ക് വേണ്ട ത്രികോണത്തിൽ ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചു അല്ലെ. എത്രയാണ്? AOBയുടെ ഏരിയ നമുക്ക് കിട്ടി. എത്രയാണ്? 1/3 പാർട്ട് ഓഫ് ട്രയാങ്കിൾ ABC അല്ലെ. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചു 1/3 ഭാഗം. അപ്പൊ ഇത് മൊത്തം ത്രികോണത്തിന് 1/3 ഭാഗം എന്ന് കിട്ടി. ഇനി ഇതും കിട്ടി നമുക്ക്. എത്രയാണ്? ഏരിയ ഓഫ് AOC അല്ലെ, AOC ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി? ഇതേ അളവ് തന്നെ അല്ലെ, അതായത് 1/3 പാർട്ട് ഓഫ് ട്രയാങ്കിൾ OBC അല്ലെ, സോറി ABC. അപ്പൊ ABCയുടെ 1/3 ഭാഗമാണ് ഇതും. അപ്പൊ ഇതും 1/3 ഭാഗം. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ നോക്കിയാൽ ഈ ചെറിയ കഷ്ണം നമ്മൾ വലിയ ത്രികോണത്തിന് എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. OBD ഈസ് 1/6 പാർട്ട് ഓഫ് ട്രയാങ്കിൾ ABC. ABCയുടെ 1/6 ഭാഗമാണിത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയത് 1/6 പാർട്ട്, ഇത് നമ്മൾ 1/3 എന്ന് കിട്ടി, ഇത് 1/3 എന്ന് കിട്ടി അല്ലെ, ഇത് 1/6 എന്ന് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇതേ സെയിം തന്നെയാണ് ഈ വശം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 1/6 തന്നെ വരും അല്ലെ. അപ്പൊ ഇവിടെ 1/6, ഇവിടെ 1/6 അല്ലെ. അപ്പൊ മൊത്തം എത്ര വരുത്? 1/6 + 1/6 അല്ലെ. അപ്പൊ അതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC അല്ലെ, ഇത് O ആണ്. ട്രയാങ്കിൾ BOC. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC എത്രയായിരിക്കും? ഇവിടെ 1/6, ഇവിടെ 1/6 അല്ലെ, അതാണ് ഇത്ര ഏരിയ വരുന്നത്. രണ്ടും കൂടി കൂട്ടി അല്ലെ, ഈക്വൽ ടു 1/6 + 1/6. അതായത് 1/6 + 1/6 എന്ന് പറഞ്ഞാൽ 1 + 1 2, 2/6 അല്ലെ, 2/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരുന്നുണ്ട്? 1/3 അല്ലെ, 1/3 പാർട്ട് ഓഫ് ഏതിന്റെ? ട്രയാങ്കിൾ ABC അല്ലെ. ത്രികോണം ABCയുടെ 1/3 ഭാഗമാണ് ഇതിന്റെ ഏരിയ അല്ലെ. അപ്പൊ ഈ ഭാഗം, അതായത് ഓരോ ത്രികോണങ്ങൾ എത്ര വെച്ചാണ്?
ഈ വലിയ ത്രികോണത്തിൻ്റെ 1/3 ഭാഗമാണ് അല്ലേ. ഓരോന്നും 1/3 ഭാഗം വെച്ചാണുള്ളത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഈ ചതുർഭുജത്തിൻ്റെ മൊത്തം ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് 3 കഷ്ണങ്ങളുടെ അല്ലേ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പഠിച്ചു നിർത്തിയ കാര്യം എന്താണ്? അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് നാം അതിന്റെ എതിർവശത്തേക്ക് ഒരു വര വരച്ചെന്നാൽ ആ വര ഏത് റേഷ്യയിലാണോ കട്ട് ചെയ്യുന്നത് അല്ലെ, അതേ റേഷ്യയിൽ തന്നെയായിരിക്കും അതിന്റെ ഏരിയയും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര അല്ലെ. അപ്പൊ അത് ഈ വശത്തെ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും അതിന്റെ ഏരിയയും. നമുക്ക് ആദ്യം പണി ചെയ്യാം. പേര് കൊടുക്കാം. ABCD എന്ന് കൊടുത്തു. ഇത് നമുക്ക് E എന്ന് കൊടുത്തു. ഓക്കെ. അതായത് ഇവിടെ നോക്കിയാൽ ഈ BE അല്ലെ, BE ഈസ് ടു ED. അപ്പൊ ഇതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതിന്റെ ഏരിയ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്കറിയില്ല, ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് ഒരു പണിയാ, തൽക്കാലം നമുക്ക് X ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഏരിയ X ആണ്. അപ്പൊ ഏരിയ X സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ. ഓക്കെ. അപ്പൊ നമുക്ക് BE ഈസ് ടു ED ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? ഈ ഏരിയ ഈസ് ടു ഈ ഏരിയ അല്ലേ. ഈക്വൽ ടു നമുക്ക് X എന്ന് കൊടുത്തു. X ഈസ് ടു 40. ഇനി ഇവിടേക്ക് നോക്കിയേ, ഇവിടെ രണ്ടിന്റെയും ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 60, 30 അല്ലേ. 60, 30. ഇതിന്റെ ഈ വശങ്ങൾ നോക്കിയാൽ BE എന്ന് പറഞ്ഞ വശം, ED എന്ന് പറഞ്ഞ വശം അല്ലെ. അപ്പൊ BEയും EDയും ഏത് റേഷ്യയിലാണോ അതേ റേഷ്യയിലായിരിക്കും 60:30 അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ BE ഈസ് ടു ED, ഇവിടെ നാം പറഞ്ഞു X ഈസ് ടു 40 എന്ന് പറഞ്ഞു, അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? BE ഈസ് ടു ED, ആ റേഷ്യോ എങ്ങനെ എഴുതാം? 60:30 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലെ. ഈസ് ഈക്വൽ ടു 60:30. അത് മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയാൽ BE ഈസ് ടു ED എന്ന് പറയുന്ന ആ റേഷ്യോ തന്നെയായിരിക്കും ഇതിന്റെ ഏരിയ ഈസ് ടു ഇതിന്റെ ഏരിയ, അതേ റേഷ്യോ തന്നെയായിരിക്കും ഇതിന്റെ ഏരിയ ഈസ് ടു ഇതിന്റെ ഏരിയ. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നോക്കിയേ, ഈ BE ഈസ് ടു ED എന്ന് പറയുന്നത് X ഈസ് ടു 40 ആണ്, അത് 60:30 തുല്യമാണ് അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ X ഈസ് ടു 40 നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ X/40 അല്ലെ. ഈക്വൽ ടു ഇതിനെ എഴുതുമ്പോഴോ 60/30 അല്ലെ. അപ്പൊ X/40 ഈക്വൽ ടു 60/30 നമുക്ക് കിട്ടി അല്ലെ. ഇനി ഇതിൽ നമുക്ക് Xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? X ഈസ് ഈക്വൽ ടു ഇപ്പുറത്തുള്ളത് 60/30 ആണ്, അത് അതുപോലെ നിർത്തി ഇവിടെ /40 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? × 40 അല്ലെ. അപ്പൊ 3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി നോക്കിയാൽ 3 അല്ലെ. 60 എത്ര 3 ഉണ്ട്? 60 നമുക്കറിയാം 6 2 3 ഉണ്ട് അല്ലെ. 2 3 ഉണ്ട് 6, പിന്നെ 0 ഉണ്ട്. അപ്പൊ 20 ബാക്കി എന്ത് വന്നു? 20 × 4. 20 × 4 എത്രയാണ്? 80 അല്ലെ. അപ്പൊ 80 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും ഏതിന്റെ ഏരിയ? X എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഏരിയ ആണ് X എന്ന് കൊടുത്തത് അല്ലെ. അപ്പൊ X എത്ര ആയിരിക്കും? 80 സ്ക്വയർ സെന്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലെ. അപ്പൊ അത് കണ്ട് എഴുതണം നമ്മൾ. ഏരിയ, ടോട്ടൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. അതായത് ചതുർഭുജത്തിന്റെ ആകെ ഏരിയ എത്രയൊക്കെ വരും? ഇവിടെ 60 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് ഇപ്പൊ കിട്ടിയ 80 എത്ര കിട്ടും നമുക്ക്? 90 90 40 130 130 80 210 അല്ലെ. അപ്പൊ 210 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.